ഗുഡ് മോർണിംഗ് ദാസേട്ടാ. ഇത് എന്ത് കുട്ടമോർഗനാടാ അത്? ചേട്ടാ ഗുഡ് മോർണിംഗ്. ജർമ്മനാ. ജർമ്മനാ? കൊള്ളാം കൊള്ളാം. എടാ നിന്നെ ഇപ്പൊ കാണുന്നില്ല, നീ വല്ലയിടത്തും ജോലിക്ക് കയറിയോ? ജോലി അതും ഈ കേരളത്തില് എന്റെ പട്ടി. അതെന്താടാ സാംകുട്ടി, നിനക്കൊരു കുഞ്ഞം. ഇവിടെ ഇഷ്ടം പോലെ ജോലിയുണ്ട്, പക്ഷേ ചെയ്യാനായിട്ട് മനസ്സുണ്ടാവണം. പിന്നെ ഇവിടുത്തെ ജോലി ചെയ്ത് കോടികൾ കൊണ്ടാ അന്യ സംസ്ഥാനക്കാര് പോണത്, അത് നിനക്ക് അറിയോടാ? എനിക്കൊന്നും വേണ്ട ഇവിടത്തെ ഈ മുണഞ്ഞ പണി. പിന്നെ സാറേ എന്ത് പണിക്കാണാവോ പോകാൻ പോണേ? ചേട്ടൻ വിചാരിച്ചോലൊന്നല്ല, ഞാനേ വേറെ ലെവലാ. ചേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നീ കാര്യം പറയാൻ സാമേ? പറയാൻ ചേട്ടാ, ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. ചേട്ടാ അതെ, എനിക്ക് ജർമ്മനിയിൽ ഒരു ജോലി സെറ്റ് ആയിട്ടുണ്ട്. അതിനുവേണ്ടി ജർമ്മൻ ഭാഷ പഠിച്ചോണ്ടിരിക്കാം. വെറുതെ അല്ല നിന്നെ ആ വായി നോക്കി കൂട്ടങ്ങളുടെ കൂടെ കാണാത്തെ. ചേട്ടാ അപ്പൊ ഈ ജർമ്മൻ ഭാഷ പഠിക്കാനും അവിടെ പണി കിട്ടാനൊക്കെ ഇത്തിരി പാടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വല്ല നടക്കോടാ പഴയൊക്കെ? എന്റെ ചേട്ടാ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആരാ മോൻ, ബുദ്ധി രാക്ഷസനാ. എന്നാ ബുദ്ധിമാനാ വഴിയൊന്ന് പറഞ്ഞേ, ചേട്ടൊന്ന് കേൾക്കട്ടെ. വന്നേ ചേട്ടാ അതെ, എനിക്ക് അവിടെ ഒരു സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു ജർമ്മൻകാരി പെൺകൊച്ച്. എന്റെ പൊന്നു മോനെ, എന്ത് പിടിച്ചിടക്കള്ളായത്? ചേട്ടാ അതെ, ഇൻസ്റ്റാഗ്രാമിൽ കൂടി പരിചയപ്പെട്ടതാ. ഞങ്ങളിപ്പോ വെസ്റ്റീസാ. ഉടനെ തന്നെ കല്യാണം കഴിക്കും. പക്ഷേ ഒരു 4 ലക്ഷം രൂപ ഒപ്പിച്ച എല്ലാം സെറ്റാവും. 4 ലക്ഷം രൂപയെ? അതേനെ, ഈ 4 ലക്ഷം അവളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താലേ പിന്നെ ജോലി, താമസം, കല്യാണം എല്ലാം സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആരാ? എടാ ബുദ്ധി കൂടിയ മണ്ടാ, അത് ചിലപ്പോ വല്ല ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചതിക്കുറികൾ ധാരാളം ഉണ്ട്. അതിലെങ്ങാനും പോയി ചാടി കൊടുക്കല്ലേട്ടാ പൊന്നു മോനെ. പിന്നെ ധനനഷ്ടം, മാനഹാനി, ചിലപ്പോഴേ ആത്മഹത്യ വരെ ചെയ്യേണ്ട അവസ്ഥ വരും. പറഞ്ഞില്ലാതെ വേണ്ട. ഒന്നും പോയേട്ടാ, എല്ലാത്തിനും നെഗറ്റീവേ പറയുള്ളൂ. ഞങ്ങളെ എല്ലാ ദിവസവും ചാറ്റ് ചെയ്യണതാ. ജെനുവിൻ കേസാ, തട്ടിപ്പൊന്നുമില്ല. ചേട്ടൻ അസൂയ. എനിക്കെന്താ അസൂയ? സത്യം അറിഞ്ഞിട്ട് ചാടി പുറപ്പെട്ടാ മതി. അതെ, അല്ലെങ്കിൽ നിന്റെ കാര്യം കട്ട പുകയാവും. പിന്നെ ചാറ്റിങ് ചീറ്റിങ് ആകാൻ അധികം സമയം വേണ്ട മോനെ. ചേട്ടാ ഇനി വല്ല തട്ടിപ്പായിരിക്കോ? തട്ടിപ്പ വെട്ടിപ്പ സത്യം കണ്ടുപിടിക്കണതും തോണ്ടണതും മാന്നണതും ഒക്കെ നിന്റെ ഉത്തരവാദിത്തം. ചേട്ടന് വേറെ പണിയുണ്ട്. പൊന്ന് ജർമ്മൻകാരൻ ചെല്ല്. ചീറ്റിങ്ങോ ആയിരിക്കും? അങ്ങനെ ജർമ്മനി പോക്കിന്റെ കാര്യത്തിൽ തീരുമാനമായി.